വീഡിയോയിലൂടെ നമുക്ക് സോർട്ടിങ് ഫിൽറ്ററിംഗ് ഒക്കെ പഠിക്കാം. അഡ്വാൻസ് ഫിൽറ്ററിംഗ് ഒക്കെ നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് ഒരു ഡാറ്റ അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് സോർട്ട്. ഈ ഒരു സെറ്റ് ഓഫ് ഡാറ്റ പേര് മാത്രമായിട്ട് എ ടു സെറ്റ് ആക്കിയിട്ട് എനിക്ക് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റയിൽ പോവാം. ഡാറ്റയിൽ സോർട്ട്, അതിൽ സീരിയൽ നമ്പർ, അവിടെ നമുക്ക് കസ്റ്റമർ നെയിം കൊടുക്കാം. സെൽ വാല്യൂസ്, അതിൻ്റെ ഉള്ളിൽ സെൽ കളർ ഉണ്ട്, ഫോൺ കളർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലം സെൽ വാല്യൂസ് കൊടുക്കാം. ആൻഡ് എ ടു സെറ്റ് ഉണ്ട്, സെറ്റ് ടു ഉണ്ട്, കസ്റ്റം ലിസ്റ്റ് ഉണ്ട്. എ ടു സെറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റ് എ ടു സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഇൻവോയ്സ് നമ്പർ വെച്ചിട്ട് ഇതിൽ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇൻവോയ്സ് നമ്പർ കൊടുക്കുക, സ്മാളസ്റ്റ് ലാർജസ്റ്റ്. ഓക്കെ, ഇതേപോലെ തന്നെ സീരിയൽ നമ്പർ വെച്ചിട്ടാണ് സോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സീരിയൽ നമ്പർ കൊടുക്കാം. ഇനി ഒരേ സമയം തന്നെ നമുക്ക് രണ്ട് കണ്ടീഷൻ കൊടുക്കാം. കസ്റ്റമർ നെയിം ഫസ്റ്റ് ഞാൻ ഇൻവോയ്സ് നമ്പർ സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് ഒരു ആഡ് ലെവൽ കൊടുത്ത് അതിൽ കസ്റ്റമർ നെയിം സെൽ വാല്യൂസ് എ ടു സെറ്റ്. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് നമ്പർ ഫസ്റ്റ് 1 to 20 വരെ വന്നിട്ടുണ്ട്, കസ്റ്റമർ നെയിമും വന്നിട്ടുണ്ട്. ഡാറ്റ ടാബിലാണ് സോർട്ട് ഫംഗ്ഷൻ ഉള്ളത്. അല്ലാതെ നമുക്ക് ഹോമിൽ ഇവിടെ ലാസ്റ്റ് എഡിറ്റിംഗ് ഓപ്ഷനിൽ ഇവിടെ സോർട്ട് ഓപ്ഷൻ ഉണ്ട്. സോർട്ട് കസ്റ്റം സോർട്ട് ഉണ്ട്, സോർട്ട് സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ്, അതേപോലെ ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ്, പിന്നെ കസ്റ്റം സോർട്ട് ഉണ്ട്. ഇതുവഴിയും നമുക്ക് നേരത്തെ ചെയ്തതൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഷോർട്ട് കട്ട് Alt+S. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ ഓർഡർ ചെയ്യാൻ Alt+A+S+A, ഡിസെൻഡിങ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ Alt+A+SD. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിൽറ്റർ. ഇത് സോർട്ടിനെക്കാട്ടിലും ഒന്നുകൂടി മെച്ചപ്പെട്ടിട്ടുള്ള, അതായത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓരോ ഡാറ്റ സെപ്പറേറ്റ്, ഇപ്പോൾ എനിക്ക് ABC, ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ നെയിമിൽ ABC മാത്രം എനിക്ക് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല ഇൻവോയ്സ് നമ്പർ എനിക്ക് ഒരു 10ൻ്റെ മേലെയുള്ള ഇൻവോയ്സ് നമ്പറുകൾ മാത്രം സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എമൗണ്ട് എനിക്ക് 20,000 താഴെയുള്ളത് മാത്രം കിട്ടുക. അപ്പോൾ ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡാറ്റയിൽ ഡാറ്റ ടാബിൽ ഫിൽറ്റർ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പോലെ ഇത് വന്നിട്ടുണ്ടാകും. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇത് സോർട്ട് ചെയ്യാം. ഇനി എല്ലാ ഫിൽറ്ററിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ABC മാത്രം കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് മാത്രം സെലക്ട് ആയി. എമൗണ്ടിൽ ഇപ്പോൾ എനിക്ക് ഇവിടെ നമ്പർ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഈ നമ്പർ ഫിൽറ്റേഴ്സിൽ എനിക്ക് ഗ്രേറ്റർ ദാൻ 20,000 അത് മാത്രം ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫിൽറ്റർ ചെയ്യാം. അതേപോലെ നമ്പർ ഫിൽറ്ററിൽ തന്നെ ലെസ് ദാൻ 20,000 അത് സോർട്ട് ചെയ്യാം. അങ്ങനെ എല്ലാവിധ നമ്പർ ഫോർമാറ്റിൻ്റെ ഫിൽറ്ററും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ടോപ്പ് 10 ആണെന്നുണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ ടോപ്പ് 5 അല്ലെങ്കിൽ 6 മാത്രമായിട്ട് സോർട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ ഡേറ്റ് ഫോർമാറ്റിലും, ഇപ്പോൾ ഡേറ്റ് ഫിൽറ്ററിൽ ലാസ്റ്റ് വീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്ക്, അപ്പോൾ അതിൽ 3 ഡേറ്റ് ലാസ്റ്റ് വീക്കിൽ വന്നതാണ്. അങ്ങനെ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഇനിയിപ്പോൾ ടെക്സ്റ്റ് ഫിൽറ്ററും ഉണ്ട്. ഇപ്പോൾ നമ്പർ ഫിൽറ്റർ ഉണ്ട്, ടെക്സ്റ്റ് ഫിൽറ്റർ ഉണ്ട്, ഡേറ്റ് ഫിൽറ്റർ എല്ലാം ഇതിലുണ്ട്. അതായത് ഓരോ ടെക്സ്റ്റ് ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എൻസ് വിത്ത് F വെച്ചിട്ട് മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടൻസ് വെച്ച് കൊടുക്കാം. കസ്റ്റം ഫിൽറ്റർ വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. ഓക്കെ, ഫിൽറ്റർ നമുക്ക് ഡാറ്റ ടാബിൽ ഇവിടെ ഫിൽറ്റർ ഉണ്ട്. എല്ലാ ഹോം ടാബിലും നമുക്ക് ഇതേപോലെ ലാസ്റ്റ് എഡിറ്റിംഗ് ഓപ്ഷനിൽ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ Alt+AT ഉണ്ട്, അതേപോലെ Ctrl+Shift+L. നെക്സ്റ്റ് ഇനി അഡ്വാൻസ് ഫിൽറ്റർ. ഈ അഡ്വാൻസ് ഫിൽറ്ററിൽ ഇപ്പോൾ നമുക്കൊരു കണ്ടീഷൻ വെച്ചിട്ട് അത് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ എനിക്ക് ലെസ് ദാൻ 20,000 ഉള്ള ഡാറ്റ മാത്രമായിട്ട് വേറെ എനിക്ക് കിട്ടണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഡാറ്റ ടാബിൽ അഡ്വാൻസ്ഡ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. അത് സെലക്ഷൻ ഓട്ടോമാറ്റിക് ഈ ഒരു ഡാറ്റയിൽ വന്നിട്ടുണ്ട്.
കോപ്പി ടു അനദർ ലൊക്കേഷൻ കൊടുക്കാം. ഫസ്റ്റ് ലിസ്റ്റ് റേഞ്ച് ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. ഇനി ക്രൈറ്റീരിയ റേഞ്ച് അത് ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇനി കോപ്പി ടു നമുക്ക് ഇവിടെ കോപ്പി വെക്കാം. ഓക്കെ, എൻ്റർ. ലെസ് ദാൻ 20 ഉള്ള ഡാറ്റയുടെ ലിസ്റ്റ് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് രണ്ട് കണ്ടീഷൻ കൊടുക്കണം. അതായത് കസ്റ്റമർ നെയിം ABC വേണം, 20,000-നേക്കാളും കുറവുള്ള കസ്റ്റമറിൻ്റെ ABC കസ്റ്റമറിൻ്റെ ലിസ്റ്റ് മാത്രമായിട്ട് എനിക്ക് കിട്ടണം. ഇനി നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക, അഡ്വാൻസ്ഡ് കൊടുക്കുക, കോപ്പി ടു അനദർ ലൊക്കേഷൻ, ലിസ്റ്റ് റേഞ്ച് സെലക്ട് ആയിട്ടുണ്ട്. ക്രൈറ്റീരിയ റേഞ്ചിൽ ഈ കസ്റ്റമർ നെയിം ആൻഡ് എമൗണ്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരുമിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡാറ്റ ഇവിടെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ABC കസ്റ്റമറിൽ ലെസ് ദാൻ 20,000 ഉള്ള വാല്യൂസ് മാത്രം നമുക്ക് ഷോ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ രണ്ടിൽ കൂടുതൽ കണ്ടീഷൻസ് വെച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് റിട്ടേൺ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ഡിസ്ക്രിപ്ഷൻ, കോപ്പി ടു അനദർ ലൊക്കേഷൻ. ഇപ്പോൾ റിട്ടേൺ എന്നുള്ള ഡാറ്റ വരുന്ന ആ ടെക്സ്റ്റ് മാത്രം വരുന്ന ഡാറ്റ ഫിൽട്ടർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് അഡ്വാൻസ് ഫിൽറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഇനി സബ് ടോട്ടൽ. ഈ സം വാല്യൂ കിട്ടാൻ നമുക്ക് എപ്പോഴും സബ് ടോട്ടലാണ് ഏറ്റവും നല്ലത്. ഈ സം ഫംഗ്ഷനിൽ നമ്മൾ ഡാറ്റ ഹൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ അതൊന്നും എഫക്റ്റ് ആവുന്നില്ല. ആ എത്രയാണോ സം ഉള്ളത് ആ സം ടോട്ടലായിട്ട് തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഇപ്പോൾ ഈ വിസിബിൾ ആയിട്ടുള്ള അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 1,86,000 ആണ്. പക്ഷെ ഇവിടെ ഇപ്പോഴും ടോട്ടൽ സമ്മാണ് കാണിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് സബ് ടോട്ടലിൻ്റെ യൂസേജ് മനസ്സിലാവുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം. ഡാറ്റയിൽ എവിടെയെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഡാറ്റ ടാബിൽ ഏറ്റവും ഔട്ട്ലൈൻ എന്നുള്ളതിൽ സബ് ടോട്ടൽ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കസ്റ്റമർ നെയിം ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ABC എന്നുള്ള കസ്റ്റമർ നെയിമിനാണ് ഞാൻ സബ് ടോട്ടൽ കൊടുക്കുന്നത്. അതായത് കസ്റ്റമർ നെയിം വെച്ചിട്ടാണ് എൻ്റെ സബ് ടോട്ടൽ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഏത് കോളം ഹെഡിങ് വെച്ചിട്ടും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം കസ്റ്റമർ നെയിം കൊടുക്കുന്നത്. യൂസ് ഫംഗ്ഷൻ നമുക്കിവിടെ സമ്മ്, കൗണ്ട്, ആവറേജ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ നമുക്ക് സമ്മ് കൊടുക്കുന്നു. ആൻഡ് എമൗണ്ട് സെലക്ട് ചെയ്തു. ഓട്ടോമാറ്റിക് ഡിഫോൾട്ടായിട്ട് അത് സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ABC എന്നുള്ള കസ്റ്റമറിൻ്റെ ടോട്ടൽ സെയിൽ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ DEFൻ്റെ ടോട്ടൽ സെയിൽ വാല്യൂ, HIJൻ്റെ ടോട്ടൽ സെയിൽ വാല്യൂ, KLMൻ്റെ ടോട്ടൽ സെയിൽ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് ഗ്രാൻഡ് ടോട്ടലും നമുക്കിവിടെ ഷോ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രാൻഡ് ടോട്ടൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഗ്രാൻഡ് ടോട്ടൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഗ്രാൻഡ് ടോട്ടലിൽ ഈ വരുന്ന ഇടയിൽ വരുന്ന സബ് ടോട്ടലിൻ്റെ വാല്യൂ ആഡ് ചെയ്യാതെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എപ്പോഴും നല്ല യൂസ്ഫുൾ ഫംഗ്ഷനാണ് ഈ സബ് ടോട്ടൽ എന്നുള്ള ഫംഗ്ഷൻ. ഇതിൻ്റെ ഫോർമുല എങ്ങനെ വരുന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം തൽക്കാലം. ഇസ് ഈക്വൽ ടു സബ് ടോട്ടൽ, ഇതിൽ 9, റെഫറൻസ്. ഇങ്ങനെയാണ് സബ് ടോട്ടലിൻ്റെ ഫോർമുല വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സബ് ടോട്ടലിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെ നമുക്കിവിടെ വരുന്ന യൂസേജ് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രാൻഡ് ടോട്ടൽ മാത്രമായിട്ട് ഷോ ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ വാല്യൂവിൻ്റെയും ഓരോ കസ്റ്റമറിൻ്റെയും ഗ്രാൻഡ് ടോട്ടൽ മാത്രമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. തേർഡ് ലെയർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഡാറ്റയും നമുക്ക് വിസിബിൾ ആവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഫ്ലാഷ് ഫില്ല്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിലെ ഫസ്റ്റ് നെയിം മാത്രം എനിക്ക് ഇവിടെ ഷോ ചെയ്യണം. അപ്പോൾ അതിന് ആദ്യത്തെ പേരിൽ മുഹമ്മദ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്ത് ദെൻ നെക്സ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്താൽ ബാക്കിയുള്ള താഴെയുള്ള സെല്ലുകളിലുള്ള എല്ലാ ഫസ്റ്റ് നെയിമുകളും ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് നെയിം മാത്രം ഷോ ചെയ്യാം. അതിന് ഞാൻ ഫസ്റ്റ് ടെക്സ്റ്റിലെ ലാസ്റ്റ് നെയിം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. ഇനി കൺട്രോൾ പ്രസ് ചെയ്താൽ അതേപോലെ ഫ്ലാഷ് ഫില്ല് വർക്കാവുന്നതാണ്.
ഇനിയിപ്പോൾ എനിക്ക് 2 കോളത്തിലുള്ള പേര് ഒറ്റ കോളത്തിലേക്ക് വരണം. ഫസ്റ്റിൽ ഞാൻ ടൈപ്പ് ചെയ്യാണ് മുഹമ്മദ് ഫാസിൽ, ദെൻ Ctrl E പ്രസ് ചെയ്താൽ അതേപോലെ താഴെയുള്ള സെല്ലുകളിലെല്ലാം ഫ്ലാഷ് ഫില്ല് വർക്ക് ആവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ടെക്സ്റ്റ് ടു കോളം. ഈ ഒരു ടെക്സ്റ്റിലെ ഓരോ പേര്, എംപ്ലോയി കോഡ്, അവരുടെ സെക്ഷൻ, അതെനിക്ക് ഓരോ നെയിം, എംപ്ലോയി കോഡ്, സെക്ഷൻ എന്നുള്ള കോളത്തിലേക്ക് ഷോ ചെയ്ത് കാണിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡാറ്റ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് ടു കോളം, ഡീലിമിറ്റഡിൽ നെക്സ്റ്റ്. ഇതിൽ ഡീലിമിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഹൈഫൺ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ടാബ് ഉണ്ട്, സെമി കോളൻ ഉണ്ട്, കോമ ഉണ്ട്, സ്പേസ് ഉണ്ട്. ഞാൻ അതർ സെലക്ട് ചെയ്തിട്ട് ഹൈഫൺ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണിക്കുന്നുണ്ട് ഇതേപോലെ. ഇനി നെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഈ ഡെസ്റ്റിനേഷൻ എനിക്ക് എവിടെയാണ് വേണ്ടത്? ഇവിടെയാണ് വേണ്ടത്. ഓക്കെ, D3 സെലക്ട് ചെയ്തു, എൻ്റർ, ഫിനിഷ്. ഓക്കെ ഓക്കെ ഇതേപോലെ ഡാറ്റ എനിക്ക് 3 കോളത്തിലായിട്ട് ഷോ ചെയ്ത് കാണിക്കണം. ഓക്കെ, താങ്ക് യു.